ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് പരിചിതമാണ് ഷിയാസ് കരീമിനെ. സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ്. വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന വിവരം ഷിയാസ് തൻ്റെ ആരാധകരെ അറിയിച്ചത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് കേസും വിവാദങ്ങളുമായി ഷിയാസ് കരീം വലയുകയായിരുന്നു. ദന്ത ഡോക്ടറായ രഹ്നയുമായുള്ള ഷിയാസിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതുമായിരുന്നു. എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ് ഷിയാസിനു മേൽ വന്നതോടെ ആ വിവാഹം മുടങ്ങി. ശേഷമാണ് ദർഫ ഷിയാസിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇരുവരും തമ്മിൽ 12 വയസ്സ് പ്രായവ്യത്യാസവുമുണ്ട്. സിനിമ, ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. മിനിസ്ക്രീനിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിനെത്തിയിരുന്നു. വിവാഹ ദിവസം ദർഫയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രിയതമയുടെ പിറന്നാൾ ഷിയാസ് ആഘോഷമാക്കി. പൊന്നും പൂക്കളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ചോക്ലേറ്റുകളും കൊണ്ട് വധുവിനെ മൂടി ഷിയാസ്. ദർഫയുമൊത്തുള്ള ഷിയാസിൻ്റെ വിവാഹ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. മണവാട്ടിയായി ഒരുങ്ങിയപ്പോൾ ദർഫയെ കാണാൻ നടി പ്രയാഗ മാർട്ടിൻ്റെ ഛായ തോന്നിയെന്നും ഏറെയും കമന്റുകളുണ്ട്. അതേസമയം ഷിയാസിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അടുത്ത സുഹൃത്തുക്കളായ പേളിയും ശ്രീനിഷ് അരവിന്ദും എത്താത്തതും കമന്റ് ബോക്സിൽ ചർച്ചയാകുന്നുണ്ട്. ബിഗ് ബോസിൽ വെച്ചാണ് പേളിയും ശ്രീനിഷും ഷിയാസുമായി സൗഹൃദത്തിലായത്. ഇരുവരുടെയും പ്രണയത്തിന് ഒപ്പം നിന്നത് ഷിയാസ് ആയിരുന്നു. പേളിയുടെ വീട്ടിൽ പോയി ആദ്യം സംസാരിച്ചത് ഞാനാണ്. മാണി അങ്കിൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. ആളുകൾ പലതും പറയുന്നുണ്ടല്ലോ, നിനക്കറിയാലോ എന്താണെന്ന് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ശ്രീനി അടിപൊളിയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പേളി ശ്രീനിഷ് പ്രണയം വിജയിക്കുന്നതിന് താൻ വഹിച്ച പങ്കിനെക്കുറിച്ച് വിവരിച്ച് മുമ്പ് ഷിയാസ് പറഞ്ഞിരുന്നത്. ഒരു ആശംസ പോലും പേളിയോ ശ്രീനിഷോ ഇതുവരെ ഷിയാസിനും വധുവിനും നേർന്നിട്ട് എത്തിയില്ല. ഇതെല്ലാമാണ് ആരാധകർക്കിടയിൽ പേളി ശ്രീനിഷ് അസാന്നിധ്യം ചർച്ചയാകാൻ കാരണം. ബിഗ് ബോസ് താരങ്ങൾ മിക്കവരും ഷിയാസിൻ്റെ വിവാഹത്തിന് എത്തിയിരുന്നു.